മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടമണിഞ്ഞത് എന്നാണെന്നറിയുമോ? 2012-13 സീസണിൽ. അവിടെ നിങ്ങോട്ട് ഒരു പതിറ്റാണ്ടിലേറെ കാലം സർ അലക്സ് ഫെർഗൂസൺ പടിയിറങ്ങിയതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും ഓൾഡ് ട്രാഫോർഡ് പ്രീമിയർ ലീഗ് കിരീടം കണ്ടിട്ടില്ല. മഹാരഥന്മാർ പലരും മാറി മാറിയെത്തി. അവർക്കാർക്കും റെഡ് ഡബിൾസിനെ ആ മരണച്ചുടിയിൽ നിന്ന് രക്ഷിക്കാനായില്ല. 2024 യുണൈറ്റഡ് അവസാനമായി ഒരു കിരീടം ചൂടിയത്. സിറ്റിയെ കലാശപ്പോരിൽ വീഴ്ത്തി FA കപ്പ് കിരീടം അണിഞ്ഞതിന് ശേഷം യുണൈറ്റഡ് ഇതുവരെ ഒരു മേജർ ട്രോഫി സ്വന്തമാക്കിയിട്ടില്ല. എറിക് ടെൻ ഹാഗിന് കീഴിലായിരുന്നു ആ കിരീട നേട്ടം. സ്പോർട്ടിംഗിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചെത്തിയ റൂബൻ അമോറിം ഓൾഡ് ട്രാഫോർഡിൽ ക്ലിക്കായില്ല. അമോറിം സാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ജനുവരിയിലാണ് മൈക്കിൾ കാരിക്കിന്റെ രംഗപ്രവേശം. കോച്ചിങ് കരിയറിൽ പറയാൻ മാത്രം പ്രതാപങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത കാരിക്കിനെ കൊണ്ടൊന്നും കൂട്ടികൾ കൂടില്ലെന്ന് അക്കാലത്ത് സകലരും അടക്കം പറഞ്ഞു. ഇന്ററിംഗ് മാനേജറായി ചുമതല ഏറ്റെടുത്ത കാരിക് ടീമിന്റെ ലോങ് പ്ലാനുകളിൽ ഉള്ളയാളൊന്നുമായിരുന്നില്ല. അയാൾ ചുമതലയേൽക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ യുണൈറ്റഡ് 7ാം സ്ഥാനത്തായിരുന്നു. പിന്നെ കഥ മാറി. കാരിക് തന്നെ എടുത്തള്ളിയവരെ കൊണ്ടൊക്കെ ഒടുക്കം കൈയടിപ്പിച്ചു. സീസൺ അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തായിരുന്നു യുണൈറ്റഡ്. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിച്ചു. 17 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച കാരിക് അതിൽ 12ലും വിജയിച്ചു. സിറ്റി, ആഴ്സണൽ, ലിവർപൂൾ, ചെൽസി അങ്ങനെ വമ്പന്മാർ പലരും ആ പടയോട്ടത്തിൽ കടപുടങ്ങി. അമോറിമിന്റെ 3 at the back സിസ്റ്റത്തിൽ നിന്ന് യുണൈറ്റഡിനെ മോചിപ്പിച്ചതാണ് കാരിക് ആദ്യം നടപ്പിലാക്കിയ മാറ്റം. അയാൾക്ക് കീഴിൽ ബ്രൂണോ ഫെർണാണ്ടസും കാസമിറോയും ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ എരിഞ്ഞു കത്തി. നമ്പർ 10 റോളിലായിരുന്നു ബ്രൂണോ. അമോറിമിന് കീഴിൽ കൂടുതലും നമ്പർ 8 റോളിലാണ് ബ്രൂണോ കളിച്ചുകൊണ്ടിരുന്നത്. സീസൺ അവസാനിക്കുമ്പോൾ പോർച്ചുഗീസ് താരത്തിന്റെ കയ്യിൽ പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം ഉണ്ടായിരുന്നു. ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പൂർത്തിയാക്കുന്ന താരമെന്ന നേട്ടത്തിൽ അയാൾ തൊട്ടു. അമോറിമിന് കീഴിൽ ബെഞ്ചിൽ കാലം കടിച്ചുകൊണ്ടിരുന്ന കോബി മെയ്നുവിനെ കാരിക് തന്റെ സിസ്റ്റത്തിൽ മനോഹരമായി ഉപയോഗപ്പെടുത്തി. ബ്രൂണോ ഫെർണാണ്ടസിനെയും മെയ്നുവിനെയും ഒരുമിച്ചങ്ങനെ കളിപ്പിക്കാം എന്ന് കാരിക് അമോറിമിന് കാണിച്ചു കൊടുത്തു. ഫ്രീ കോബി മെയ്നു എന്ന ബാനർ ഉയർന്ന ഗാലറിയിൽ നിന്ന് അയാൾക്കായി ആരവങ്ങൾ മുടങ്ങി. കാരിക്കിന് കീഴിൽ മെയ്നു കളം നിറഞ്ഞു. 4-2-3-1 ശൈലിയിൽ ഡബിൾ പിവോട്ട് റോളിൽ കാസമിറോയും മെയ്നുവും കാരിക്കിന്റെ സംഘത്തിലെ സ്ഥിരം സ്റ്റാർട്ടർമാരായി. അമോറിമിന് കീഴിൽ മെയ്നുവിന് കളിക്കാൻ അവസരം ലഭിച്ചത് വെറും 302 മിനിറ്റ് മാത്രമായിരുന്നു. എന്നാൽ അമോറിമിന്റെ പടിയിറക്കത്തിന് ശേഷം യുണൈറ്റഡ് ജേഴ്സിയിൽ 1503 മിനിറ്റ് കളിച്ചു മെയ്നു. ഈ കാലയളവിൽ അതിനേക്കാൾ കൂടുതൽ സമയം കളിച്ച ഔട്ട്ഫീൽഡ് താരം ബ്രൂണോ ഫെർണാണ്ടസ് മാത്രമായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് വെറും 17 മത്സരങ്ങൾ കൊണ്ടാണെന്ന് ഓർക്കണം. ഇന്ററിംഗ് മാനേജറായി എത്തിയ കാരിക്കുമായി യുണൈറ്റഡ് പിന്നെ 2 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. കഥ ഇതുവരെയാണ്. കാരിക്കിന് കീഴിൽ പുതിയ സീസണിൽ കളത്തിലിറങ്ങുമ്പോൾ കുന്നോളമാണ് യുണൈറ്റഡ് ആരാധകരുടെ പ്രതീക്ഷകൾ. 2008 ശേഷം കിട്ടാക്കനിയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം, 2013 ശേഷം കണി കാണാൻ പോലും കിട്ടിയിട്ടില്ലാത്ത പ്രീമിയർ ലീഗ് കിരീടം. വലുതാണ് സ്വപ്നങ്ങളൊക്കെ. എന്നാൽ അതങ്ങനെ അസാധ്യമായവയൊന്നുമല്ല താനും. പുതിയ സീസണിൽ ആരാധകരെ ആവേശക്കൊടുപിടികറ്റാൻ പോകുന്ന സൈനിങ്ങുകളൊന്നും യുണൈറ്റഡ് നടത്തിയിട്ടില്ല. പോയ സമ്മറിൽ 4 താരങ്ങൾക്കായി 200 മില്യൺ പൗണ്ട് വാരിയെറിഞ്ഞ യുണൈറ്റഡ് ഇക്കുറി ഇതുവരെ മുടക്കിയത് 85 മില്യൺ പൗണ്ടാണ്. 3 സൈനിങ്ങുകളാണ് ടീം ഇതുവരെ പൂർത്തിയാക്കിയത്. ചെൽസിയിൽ നിന്ന് ആൻഡ്രേ സാന്റോസ്, ആസ്റ്റൺ വില്ലയിൽ നിന്ന് യൂറി ടിലമെൻസ്, പിന്നെ ലില്ലയിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫറിൽ ഗോൾ കീപ്പർ കാൾ ഡാലോ. ഏകദേശം 50 മില്യൺ പൗണ്ട് ചെലവഴിച്ചാണ് സാന്റോസിനെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്നും യുണൈറ്റഡ് റാഞ്ചുന്നത്. കളിക്കുന്ന സാന്റോസിന്റെ കരുത്ത് മികച്ച ഇന്റർസെപ്ഷൻസും ലൈൻ ബ്രേക്കിംഗ് പാസുകളുമാണ്. മിഡ്ഫീൽഡിലേക്ക് മികച്ചൊരു ആഡിംഗ് ആണെങ്കിലും കാസമിറോയുടെ വിടവതുകെത്താൻ സാന്റോസിനാകുമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. ബെൽജിയം നായകൻ ടിലമെൻസിന്റെ വരവ് മിഡിന് കൂടുതൽ ക്രിയേറ്റിവിറ്റി നൽകും. പന്ത് കൈവശം വെച്ച് കളി സൃഷ്ടിക്കാൻ ശേഷിയുള്ള ടെലമെൻസ് ബെൽജിയത്തിന്റെ ലോകകപ്പ് ക്യാമ്പയിനിലെ നിർണായക സാന്നിധ്യമായിരുന്നു. മാനുവൽ ഉഗാർത്തേക്ക് പരിക്ക് കാരണം സീസണിന്റെ ഭൂരിഭാഗവും പുറത്തിരിക്കേണ്ടി വരും എന്നതിനാൽ മിഡിൽ ക്രൈസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉഗാർത്തയെ വിറ്റടിക്കാൻ ടീമിന് നേരത്തെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ താരത്തിന്റെ പരിക്ക് തിരിച്ചടിയായി. നമ്പർ 6 റോളിൽ ഇപ്പോഴും ഒരു താരത്തെ യുണൈറ്റഡിന് ആവശ്യമുണ്ട്. ബ്രൈറ്റണിൽ നിന്ന് കാർലോസ് ബലേബയെ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒപ്പം ഒരു ലെഫ്റ്റ് ബാക്കിനായുള്ള അന്വേഷണവും തുടരുന്നു. ബെഞ്ചിൽ കൃത്യമായ ബാക്കപ്പ് ഓപ്ഷനുകൾ ഉണ്ടോ എന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന സുപ്രധാന ചോദ്യങ്ങളിൽ ഒന്ന്. സ്റ്റാർട്ടിംഗ് 11 ശക്തമാണെങ്കിലും പ്രധാന താരങ്ങൾ പുറത്തിരിക്കേണ്ടി വരുമ്പോൾ അവരുടെ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങൾ ബെഞ്ചിലുണ്ടോ? സാന്റോസിന്, ലൂക്ക് ഷോക്ക്, സെസ്കോക്ക് അങ്ങനെ പലർക്കും പരിക്കേറ്റാൽ പകരം ആരെ അവതരിപ്പിക്കും? ഒരു നീണ്ട സീസണിൽ പല പൊസിഷനുകളിലും സ്ഥിരതയോടെ കളിക്കാൻ കഴിയുന്ന ബാക്കപ്പ് ഓപ്ഷനുകൾ അനിവാര്യതയാണ്. ചാമ്പ്യൻസ് ലീഗ് കൂടിക്കൊണ്ട് ഇക്കുറി എന്ന കാര്യം മറന്നു പോകരുത്. താരങ്ങളുടെ വർക്ക് ലോഡ് അടക്കം കാരിക്കിന് മുന്നിൽ പരിഗണനാ വിഷയമാകും. സോ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കും മുമ്പ് പ്രശ്നപരിഹാര ക്രിയകൾ നടത്തിയേ തീരൂ. പ്രീ സീസണിലെ ടീമിന്റെ പ്രകടനങ്ങൾ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. മാർക്കസ് റാഷ്ഫോർഡിന്റെ തിരിച്ചുവരവാണ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്ന്. ബാഴ്സലോണയിൽ തുടരാൻ ആഗ്രഹിച്ച റാഷ്ഫോർഡിന് ഓൾഡ് ട്രാഫോർഡിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ടായിരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ.
അതേസമയം ആന്റണി ഗോർഡനെ തട്ടകത്തിലെത്തിച്ച ബാഴ്സക്ക് റാഷ്ഫോർഡിനെ വാങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ലോണിൽ ക്യാമ്പ് നൗവിലെത്തിയ റാഷ്ഫോർഡിന് ഓൾഡ് ട്രാഫോർഡിലേക്ക് മടങ്ങേണ്ടി വന്നു. ബാഴ്സയിൽ സന്തുഷ്ടനായിരുന്നു റാഷ്ഫോർഡ്. പല മത്സരങ്ങളിലും ടീമിന്റെ ജയങ്ങളിൽ നിർണായക റോൾ വഹിച്ചു. എൽ ക്ലാസിക്കോയിലെ ഫ്രീ കിക്ക് അടക്കം ആരാധകർക്ക് അവിസ്മരണീയമായ ഓർമ്മകൾ പലതും സമ്മാനിച്ചു. 14 ഗോളുകളാണ് മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി പോയ സീസണിൽ റാഷ്ഫോർഡ് കുറിച്ചത്. അതിൽ 5 എണ്ണം ചാമ്പ്യൻസ് ലീഗിലാണ്. തന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിൽ ബാഴ്സയിൽ തുടരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് വരെ ഇംഗ്ലീഷ് താരം ഒരിക്കൽ പറയുന്നുണ്ട്. അതേസമയം കറ്റാളൻ കുപ്പായത്തിൽ കൺസിസ്റ്റൻസി റാഷ്ഫോർഡിനെ സംബന്ധിച്ച് പലരും ഒരു പ്രശ്നമായി ഉന്നയിച്ചിരുന്നു. കാരിക് പരിശീലകനായി നിയമിതനായ ശേഷം കൗണ്ടർ അറ്റാക്കുകളിൽ നിന്ന് മാത്രം 4 ഗോളുകളാണ് പോയ സീസണിൽ യുണൈറ്റഡ് കുറിച്ചത്. 22 ഷോട്ടുകൾ കൗണ്ടർ അറ്റാക്കുകളിൽ നിന്ന് ടീം ഉതിർത്തു. കൗണ്ടർ അറ്റാക്കുകൾ ഇക്കുറിയും കാരിക്കിന്റെ സുപ്രധാന വെപ്പണായി തുടരുകയാണെങ്കിൽ റാഷ്ഫോർഡിന്റെ വേഗതയും ചടുലതയും ആ ശൈലിക്ക് ഏറെ ഗുണം ചെയ്യും. പോയ സീസണിൽ ബാഴ്സ നിരയിൽ എതിരാളികൾക്ക് ഏറ്റവും അധികം ഗോൾ ത്രെട്ട് ഉണ്ടാക്കിയ താരങ്ങളിൽ ഒരാളായിരുന്നു റാഷ്ഫോർഡ്. ശരാശരി 105 മിനിറ്റിൽ 1 ഗോൾ അല്ലെങ്കിൽ 1 അസിസ്റ്റ് എന്ന രീതിയിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു റാഷ്ഫോർഡിന്റെ പേരിൽ. ബാഴ്സയിൽ 3 താരങ്ങൾക്ക് മാത്രമാണ് ഈ കണക്കിനേക്കാൾ മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതേസമയം യുണൈറ്റഡ് ജേഴ്സിയിൽ കളിക്കാൻ റാഷ്ഫോർഡ് മാനസികമായി എത്രത്തോളം പരുവപ്പെട്ട് കഴിഞ്ഞു എന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഉണ്ടായ പ്രശ്നങ്ങളും ക്ലബ്ബുമായുള്ള ബന്ധത്തിലെ വിള്ളലുകളും റാഷ്ഫോർഡിന്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ആ മുറിവുകൾ താരത്തിനും ടീമിനും ഇടയിൽ വലിയ വിടവുകൾ സൃഷ്ടിച്ചോ എന്ന് കണ്ടു തന്നെ അറിയണം. അതായത് മാനസികമായൊരു കംബാക്ക് കൂടെ ഗ്രൗണ്ടിൽ റാഷ്ഫോർഡ് നടത്തണമെന്ന്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇനി എന്തെങ്കിലും നീക്കങ്ങൾ യുണൈറ്റഡ് നടത്തുമോ? കാരിക്കിന് കീഴിൽ ടീം നഷ്ടപ്രതാപങ്ങളെ വീണ്ടെടുക്കുമോ? കാത്തിരുന്നു തന്നെ കാണണം.